വന്ദേമാതരം സാക്ഷിയാക്കി രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ഒരുങ്ങുകയാണ്. ദില്ലിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ പുതിയൊരു ചരിത്ര നിമിഷത്തിന് വേദിയൊരുങ്ങുന്നു. സ്വാതന്ത്ര്യദിനത്തിലെ ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി ആദ്യമായി ദേശീയഗീതമായ വന്ദേമാതരം ചെങ്കോട്ടയിൽ ആലപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തൊട്ടു മുൻപായിട്ടായിരിക്കും വന്ദേമാതരം ആലപിക്കുക എന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ എത്തുന്നതോടെയാണ് സ്വാതന്ത്ര്യദിനത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. പ്രധാനമന്ത്രി എത്തിച്ചേർന്ന ഉടൻ വന്ദേമാതരം ആലപിക്കും. ഈ സമയത്ത് സദസ്സിലുള്ളവർ ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കും. തുടർന്ന് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും അതിനുശേഷം ദേശീയഗാനമായ ജനഗണമന ആലപിക്കുകയും ചെയ്യും. ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രധാന പ്രമേയം യുവശക്തിയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും നേട്ടങ്ങൾക്കും സംഭാവനകൾക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നതായിരിക്കും ആഘോഷങ്ങൾ. യുവജന പ്രക്ഷോഭങ്ങൾക്ക് മറുപടിയായല്ല ഇത്തവണത്തെ പ്രമേയം തീരുമാനിച്ചത് എന്നും അതിനു മുൻപ് തന്നെ ആഘോഷങ്ങളുടെ ആശയം ആസൂത്രണം ചെയ്തിരുന്നതാണ് എന്നും പ്രതിരോധ സെക്രട്ടറി RK സിംഗ് പറയുന്നു. ബഹിരാകാശ സാങ്കേതികവിദ്യ, ബഹിരാകാശ മാലിന്യ സംസ്കരണം തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ യുവ ഇന്ത്യൻ സംരംഭകരുടെയും എഞ്ചിനീയർമാരുടെയും നേട്ടങ്ങളും മാതൃകകളും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രദർശിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ക്ഷണമുണ്ട്. മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ഇരിപ്പിട ക്രമീകരണം. കേന്ദ്രമന്ത്രിമാർ, സൈനിക ഉദ്യോഗസ്ഥർ, നയതന്ത്രജ്ഞർ തുടങ്ങി നിരവധി വിശിഷ്ട അതിഥികളും ചെങ്കോട്ടയിലെ ചടങ്ങിൽ പങ്കെടുക്കും. വന്ദേമാതരത്തിന് നിയമപരിരക്ഷ ഉള്ള ആദ്യത്തെ ഒരു അവസരമാണിത്. വന്ദേമാതരത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിനിടെയാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയം. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് ലഭിക്കുന്ന അതേ നിയമപരിരക്ഷയും ആദരവും വന്ദേമാതരത്തിനും നൽകുന്ന പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ബിൽ പാർലമെന്റ് പാസാക്കിയിരുന്നു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ബിൽ പാസാക്കപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. ബില്ലിന് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക അനുമതി ലഭിച്ചതോടെ വന്ദേമാതരത്തിന് കൂടുതൽ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വന്ദേമാതരത്തെ അനാദരിക്കുന്നതും അതിന്റെ ആലാപനം തടസ്സപ്പെടുത്തുന്നതും 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്നതാണ് പുതിയ നിയമത്തിലെ പ്രധാന വ്യവസ്ഥ. ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനം എന്നിവയ്ക്ക് ലഭിക്കുന്ന നിയമപരിരക്ഷയ്ക്ക് തുല്യമായ സംരക്ഷണം വന്ദേമാതരത്തിനും ലഭിക്കുമെന്ന് നിയമ ഭേദഗതി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.